ഇപ്പോൾ ഈ തകർന്ന വീടുകളുടെ ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. കാര്യമായ കേടുപാടുകൾ വീടുകൾക്കുണ്ടായിരിക്കുന്നു എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. പക്ഷേ ആശ്വാസകരമായ വാർത്ത ജില്ലാ ഫയർ ഓഫീസർ സ്ഥിരീകരിക്കുന്നത് ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ്. 5 ജീവനക്കാർക്കാണ് കാര്യമായ പരിക്കേറ്റത്. അവർ ഈ വെടിമരുന്ന് സാമഗ്രികൾ ഇറക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നിരിക്കാം. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഈ 5 പേരെയും കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത് എന്ന് ജില്ലാ ഫയർ ഓഫീസർ പറയുന്നു. എന്ന് വെച്ചാൽ ഈ സ്ഫോടനം നടന്നതിന് ശേഷം ആ കെട്ടിടം തകർന്നു. ഈ കരിമരുന്ന് സാമഗ്രികൾ സൂക്ഷിച്ചു വെച്ചിരുന്ന വെടിക്കെട്ടുപുര പൂർണ്ണമായും തകർന്നു. ഷെഡ് തകർന്നു. അതിൻ്റെ ഭാഗമായി അതിൻ്റെ അടിയിൽപ്പെടുകയായിരുന്നു ഈ 5 ജീവനക്കാരും. ഈ 5 ജീവനക്കാരെയും രക്ഷിച്ചു. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. സാരമായി അവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് ജില്ലാ ഫയർ ഓഫീസർ പറഞ്ഞത്. സമീപവാസിയായ ഒരു സ്ത്രീക്കും പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ 6 പേരാണ് താലൂക്ക് ആശുപത്രിയിൽ ഉള്ളത്. ഇപ്പോൾ മറ്റാർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ, മറ്റാരെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ് എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ, ആ സെർച്ച് തുടരുന്നുവെന്ന് ജില്ലാ ഫയർ ഓഫീസർ പറയുന്നു. അത് അവർ പ്രധാനമായും ശ്രദ്ധിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ പമ്പ് ഹൗസിനോട് ചേർന്ന കുളത്തിലാണ്. അവിടെ ഇപ്പോൾ അഗ്നിശമന സേനാംഗങ്ങൾ ഇറങ്ങി പരിശോധന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും കണ്ടതാണ്. ഇപ്പോൾ വീടുകളുടെ ദൃശ്യങ്ങളും ലഭ്യമാണ്. വീടുകളിൽ എല്ലാ സാധനങ്ങളും താറുമാറായി കിടക്കുന്നു. അത്ര വലിയ ആഘാതശേഷിയാണ് ഉണ്ടായത്, അത്ര വലിയ കേടുപാടുകളാണ് സംഭവിച്ചത്. പക്ഷേ ആളപായമില്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നത് ആശ്വാസകരമായ വാർത്തയാണ്. അശ്വിൻ പാലാഴി തുടരുന്നുണ്ട്. അശ്വിൻ, നൽകാൻ കഴിയുന്ന വിവരങ്ങൾ പറയൂ. വേണു, എന്തായാലും പമ്പ് ഹൗസിനോട് ചേർന്നുള്ള കുളത്തിൽ പരിശോധന നടത്തി. അവിടെ ആരുമില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അപകടകരമായ ഒരു സാഹചര്യമില്ല. അവിടെ നിന്നും ആശ്വാസ വാർത്ത തന്നെയാണ് കേൾക്കുന്നത്. പൂർണ്ണമായും ഈ ഫയർഫോഴ്സിൻ്റെ ടീം പൂർണ്ണമായും കുളത്തിൽ ഇറങ്ങി പരിശോധന നടത്തിയിട്ടുണ്ട്. അവിടെ എങ്ങും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ആളുകൾ അവിടേക്ക് ചാടിയിട്ടില്ല, അല്ലെങ്കിൽ അതിലേക്ക് തെറിച്ച് വീണിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പരിശോധനയിൽ നിന്നും ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. എന്തായാലും ആ കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വന്നിരിക്കുന്നു. പമ്പ് ഹൗസിന് സമീപമുള്ള കുളത്തിൽ അപകടങ്ങളോ അല്ലെങ്കിൽ അപകടം പറ്റിയ ആളുകളോ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. എന്തായാലും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അപകടം പറ്റിയവരോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നവരോ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി അവർ പരിശോധിക്കുന്നത്. അത് സമീപത്തെ വീടുകളിൽ ഉൾപ്പെടെ, ഒപ്പം നമ്മൾ കണ്ടതുപോലെ ഈ പമ്പ് ഹൗസിൽ ഉൾപ്പെടെ അതിൻ്റെ കുളത്തിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്നുണ്ട്. അങ്ങനെ ഈ പ്രദേശത്തിൻ്റെ ഏകദേശം ഒരു 500 മീറ്റർ പരിധിയിൽ തന്നെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ടീമുകൾ കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്. അങ്ങനെ ആളുകൾ എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായി മാറ്റുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് അത്തരത്തിലുള്ള ഇടപെടലാണ് നടത്തുന്നത്. എന്തായാലും ഈ സമീപത്തെ വീടുകളിലുള്ള ഗ്യാസ് കുറ്റികളടക്കം ഇപ്പോൾ ഫയർഫോഴ്സ് പോലീസ് അംഗങ്ങൾ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. അത് സുരക്ഷിതമാണ് എന്ന് ഉറപ്പിക്കുകയാണ്. ഈ വീടാണ് ഇതിൻ്റെ ഈ കെട്ടിടത്തിനുള്ളിൽ ആളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരെ അകത്തേക്ക് വേണു, ആ കെട്ടിടം, അതായത് ഈ പൊളിയാറായി കിടക്കുന്ന കെട്ടിടത്തിനുള്ളിൽ ആളുകളുണ്ട്. അവരെ പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അത് ഏതു നിമിഷം വേണമെങ്കിലും നിലം പൊത്താവുന്ന ഒരു അവസ്ഥയിലാണ് അതിൻ്റെ നിലവിലെ സ്ഥിതിയുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് ആളുകൾ കയറരുത് എന്നുള്ളൊരു കർശന നിർദ്ദേശം ഫയർഫോഴ്സും പോലീസും ഒക്കെ നൽകിയിരുന്നു. പക്ഷേ അത് നിർദ്ദേശങ്ങൾക്കപ്പുറത്തേക്ക് ചില ആളുകൾ അത് കാണാനകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ അവിടെ നിന്ന് ഇറക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തുന്നത്. അത്രത്തോളം, കാരണം ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും സമീപത്തുള്ള, ഈ സ്ഫോടനം നടന്ന ബിൽഡിങ്ങിന് ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലമാണ്, ഒരു കെട്ടിടമാണ്. അത് എന്തായാലും സ്വാഭാവികമായി ഇത്രയും വലിയ സ്ഫോടനം ഉണ്ടാകുമ്പോൾ അത് വലിയ തോതിൽ തകരും. അത്രത്തോളം വലിയ ബലക്ഷയം അതിനുണ്ടായിട്ടുണ്ട്. അത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഈ കെട്ടിടം പൂർണ്ണമായും ഒരു വശത്തേക്ക് ചെരിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടിത്തറ ഇളകിയിട്ടുണ്ട്. കെട്ടിടങ്ങളിലെ ഭിത്തികൾ വിണ്ടു കയറിയിട്ടുണ്ട്. മുകൾവശം പൂർണ്ണമായും റൂഫ് അടക്കം തകർന്നിട്ടുണ്ട്. ഏത് നിമിഷവും പൂർണ്ണമായും ഇത് ഇടിഞ്ഞു വീഴേക്കാവുന്ന തരത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിനടുത്തേക്ക് ആളുകൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഏറ്റവും അപകടകരമായ സാഹചര്യമുള്ളത്. അവരെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ള ഒരു ശ്രമകരമായ ദൗത്യം പോലീസിനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വാഹനം ഉണ്ടായിരുന്നതിൻ്റെ ഒരു 50 മീറ്റർ അപ്പുറത്താണുള്ളത്. അതിൻ്റെ ആ വാഹനത്തിൽ നിന്ന് ചിതറി വീണ ടെമ്പോ ട്രാവലറിനകത്തുണ്ടായിരുന്ന ഫാനുകളും ഒപ്പം അതിൻ്റെ അകത്തുണ്ടായിരുന്ന വാഹനത്തിനകത്തുള്ള വസ്തുക്കളും അടക്കം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതെല്ലാം ആ ടെമ്പോ ട്രാവലറിനകത്തു നിന്ന് തെറിച്ച് വീണ സാധന സാമഗ്രികളാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം വലിയ അപകടമാണ് ഇവിടെ ഉണ്ടായത്. നേരെ കിടന്ന ഒരു ട്രാവലർ അത് തലകുത്തി വീണ് പോകണമെങ്കിൽ എത്രത്തോളം ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായത് എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി. ഇപ്പോൾ നമുക്ക് ഈ സമീപത്തുള്ളൊരു വലിയ വീട് കാണാം. ആ വീടിൻ്റെ മേൽക്കൂര തകർന്നിരിക്കുന്നത് വലിയ തോതിലാണ്. ഓടുകൾ പൂർണ്ണമായി ചിതറിപ്പോയിട്ടുണ്ട്. ഒപ്പം അതിൻ്റെ ജനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത് ഈ സ്ഫോടനം നടന്നതിൻ്റെ റോഡിന് മറുവശമുള്ള
ഉള്ള വീടാണ്, വലിയൊരു വീടാണ്, 2 നില വീടാണ്. അത് പൂർണ്ണമായും തകർന്നിട്ട് അതിൻ്റെ മേൽക്കൂരകൾ ഇടിഞ്ഞു വീണിട്ടുണ്ട്. അത്രത്തോളം വലിയൊരു സ്ഫോടനം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ വീണ്ടും നമ്മളെ വ്യക്തമാക്കി തരുന്നത്. എന്തായാലും തകരാറായ കെട്ടിടത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നത് തടയാനായി അവിടെ ഡു നോട്ട് ക്രോസ് ടേപ്പ് ഒട്ടിക്കുകയാണ് പോലീസ്. അവിടെ പോലീസിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടായിട്ടുണ്ട്. അവിടേക്ക് ഇപ്പോഴും അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടപ്പോഴും ആളുകൾ ഇത് കാണാനായി, എന്താണ് അകത്തുള്ളത് എന്ന് കാണാനായി കയറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അവിടെ കയറ് കെട്ടി ആളുകളെ സുരക്ഷിതമായ അകലത്തിലേക്ക് നീക്കുന്നത്. അങ്ങനെയാണിപ്പോൾ ആ ഭാഗത്ത്, അതായത് പൂർണ്ണമായും ഇനിയൊരു സുരക്ഷിത കേന്ദ്രമാക്കി ഇവിടെ മാറ്റുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള, ഫയർഫോഴ്സിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഭാഗമായാണ് ഇവർ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ സമീപത്തുള്ള സാധന സാമഗ്രികളൊക്കെ പരിശോധിക്കുകയാണ്. ഈ ടെമ്പോ ട്രാവലറിൻ്റെ മുൻവശമാണിത്. ഡ്രൈവറുടെ ക്യാബിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത് ഡ്രൈവറുടെ ഡോറാണ്, ഡ്രൈവർ ഭാഗത്തെ ഡോറാണ്. അത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അത് ഈ വാഹനത്തിൽ ഇപ്പോൾ അല്പമെങ്കിലും അവശേഷിക്കുന്നത് എന്ന് പറയുന്നത് ആ ഡ്രൈവർ ഭാഗത്തെ ഡോറ് മാത്രമാണ്. ബാക്കിയെല്ലാം തന്നെ പൂർണ്ണമായും കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ അത് പൂർണ്ണമായും ആ വാഹനം കത്തിക്കരിയണമെങ്കിൽ അത് മുൻവശമാണ്. അപ്പോൾ പുറകുവശത്ത് സൂക്ഷിച്ചിരുന്ന സാധന സാമഗ്രികൾക്കാണ് ആദ്യഘട്ടത്തിൽ തീപിടുത്തമുണ്ടായതെന്നും സ്ഫോടനം അതിൽ കൂടെയാണ് ഉണ്ടായത് എന്നും കുറച്ചുകൂടി നമുക്ക് വ്യക്തമാകുന്നതാണ് ഈ ദൃശ്യങ്ങൾ. കാരണം മുൻവശത്തേക്ക് അത്ര വലിയ തോതിൽ ഈ തീ പടരുകയോ അവിടെ പൂർണ്ണമായി നശിക്കുകയോ ചെയ്തിട്ടില്ല. അതേസമയം പുറകു ഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് വന്നാൽ ഈ വാഹനത്തിൻ്റെ ചേസ് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ബാക്കി ബോഡി പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. ഇത് പിൻവശത്തെ ആ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെയാണ് ഈ ഇത്തരത്തിൽ കാണുന്ന ദൃശ്യങ്ങൾ. ടയർ പോലും പൂർണ്ണമായും കത്തിക്കരിയുന്ന രീതിയിലേക്ക് ആ ഭാഗത്ത് ആ വാഹനം മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി വരുന്ന സംശയം ഇതിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. കുറച്ചു മുമ്പ് അല്പസമയം മുമ്പ് കൗൺസിലറും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അടക്കം പ്രകടിപ്പിച്ച സംശയം ഈ വാഹനത്തിൽ സ്ഫോടനം ഉണ്ടായി എന്നുള്ളതാണ്. അതിനെ കൂടുതൽ വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ ആ സംശയം കൂടുതൽ കൂടി വർദ്ധിപ്പിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഈ വാഹനത്തിൻ്റെ മുൻവശത്ത് ഉള്ളതിനേക്കാൾ അധികം തീ പിടിച്ചതും വാഹനം പൊട്ടിത്തെറിച്ചതും അതിൻ്റെ പിൻവശത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇവിടേക്ക് വരുന്ന ഗേറ്റ് ഭാഗമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും അതെല്ലാം പൂർണ്ണമായും ചിതറിക്കിടക്കുകയാണ്. കോൺക്രീറ്റ് പാളികൾ വലിയ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ്. അതിൻ്റെ അടിയിൽ കരിങ്കല്ല് നമുക്ക് കാണാം. കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച മതിലാണ്. ആ മതിൽ ചിതറിപ്പോയിട്ടുണ്ട്. ഒരു അവശേഷിപ്പ് പോലും ഇല്ലാതെ അത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഏകദേശം സമീപത്തുള്ള നേരെ എതിർവശത്തുള്ള വീട് ഒരു കെട്ടിടമാണ്, വീടല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കെട്ടിടം അതിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അങ്ങനെ ഈ സമീപത്തുള്ള ഏകദേശം 25-ലധികം വീടുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. അത്രത്തോളം വീടുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആളുകളെ ഇവിടെ നിന്ന് പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് വരുമ്പോൾ ആദ്യം ഈ അപകട സ്ഥലത്തെത്തുന്ന മാധ്യമം 24 ആണ്. നമ്മൾ ഇവിടേക്ക് ആദ്യം എത്തുമ്പോൾ ഈ ഭാഗത്തെല്ലാം ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു. അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. എന്തായാലും ഈ അപകടം ഇത്രത്തോളം ഉണ്ടായി ആളുകളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആ മാറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സമീപത്തെ കെട്ടിടങ്ങളുടെ നിലവിലെ അവസ്ഥയാണ്. ഏത് നിമിഷവും അത് നിലം പൊത്താവുന്ന ഒരു സാഹചര്യം തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്. അശ്വിൻ ബാലായി, ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. പടക്കസ്ഫോടനത്തിൽ പരിക്കേറ്റവരിൽ ഒരാൾ മരിച്ചിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്ത കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. 5 പേർക്കായിരുന്നു പരിക്കേറ്റിരുന്നത്. ഇന്ന് രാവിലെയോടുണ്ടായ അപകടത്തിൽ ചികിത്സയിലിരുന്ന 5 പേരിൽ ഒരാൾ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്ത കൂടി ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നുണ്ട്.